ആകാശത്ത് വെച്ച് നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രവാസി യുവാവിന്റെ അക്രമ വാർത്ത നടുക്കത്തോടെയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ തയ്യാറെടുത്ത ബാത്തിക് എയർ വിമാനത്തിനുള്ളിൽ എമർജൻസി എക്സിറ്റ് ബലമായി തുറക്കാൻ ശ്രമിച്ച പാലക്കാട് കൂറ്റനാട് അത്താണിക്കൽ സ്വദേശിയായ 34-കാരൻ ജംഷീറാണ് സുരക്ഷാ ഏജൻസികളുടെ പിടിയിലായത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി നൽകിയ അമ്പരപ്പിക്കുന്ന മൊഴിയാണ് അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. തനിക്ക് ജീവനെടുക്കാൻ തോന്നിയെന്നും അതിനാൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് ഇയാൾ ഏജൻസികൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത്. എങ്കിലും ഇയാൾക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ആകാശത്ത് വെച്ച് അതിദാരുണമായ ദുരന്തം വിതയ്ക്കാൻ ശ്രമിച്ച പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളും ഭീകരവിരുദ്ധ സേനയും വിമാനത്താവള സുരക്ഷാ വിഭാഗവും മണിക്കൂറുകളോളം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ ആലുവ സബ് ജയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2:40 നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യാൻ വെറും അരമണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ള യാത്രക്കാരുമായി എത്തിയ ബാത്തിക് എയർ വിമാനത്തിൽ നാടകീയമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ക്വാലാലംപൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് വിൻഡോ സീറ്റിലായിരുന്നു ജംഷീർ ഇരുന്നത്. വിമാനം ലാൻഡിംഗിലേക്ക് അടുക്കവേ ഇയാൾ പെട്ടെന്ന് വന്യമായി അക്രമാസക്തനാവുകയും എമർജൻസി വിൻഡോ പാനലിന്റെ ഒരു പാളി അടിച്ചു ഉടയ്ക്കുകയുമായിരുന്നു. തുടർന്ന് വിമാനത്തിന്റെ അടിയന്തര രക്ഷാവാതിൽ അനായാസം തുറന്നുവിടാൻ ഇയാൾ ബലം പ്രയോഗിച്ചു. അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണത്തിൽ ഭയന്നുപോയ സഹയാത്രികരും വിമാന ജീവനക്കാരും ഒത്തുചേർന്ന് ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വിമാനം റൺവേ തൊട്ട് ഉടൻ തന്നെ വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറിയ കേന്ദ്ര സുരക്ഷാ സേന പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി മലേഷ്യയിൽ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയാണ് പിടിയിലായ ജംഷീർ. എന്നാൽ ഇയാൾക്ക് പെട്ടെന്നുണ്ടായ ഈ കൊലവിളിക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളോ മറ്റ് ദുരൂഹതകളോ ഉണ്ടോ എന്ന കാര്യം വിവിധ സുരക്ഷാ ഏജൻസികൾ ആഴത്തിൽ പരിശോധിച്ചു വരികയാണ്. അന്തരീക്ഷത്തിൽ ഉയർന്ന ഉയരത്തിൽ പറക്കുമ്പോൾ ക്യാബിനുള്ളിലെ മർദ്ദം പുറത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. എന്നാൽ വിമാനത്തിന്റെ വാതിലിനോ ജനലിനോ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ച് ഉള്ളിലെ മർദ്ദം പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ ഓക്സിജന്റെ അളവ് അതിവേഗം കുറയുകയും യാത്രക്കാർക്ക് ശ്വാസമെടുക്കാൻ സാധിക്കാതെ വിമാനം വൻ തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യുമായിരുന്നു. ഭാഗ്യവശാൽ ജനൽ പാനലിന് മാത്രമാണ് കേടുപാട് സംഭവിച്ചു എന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തെ തുടർന്ന് വിമാന കമ്പനിയായ ബാത്തിക് എയർ പ്രതിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അക്രമത്തിൽ തകർന്ന ജനൽ പാനൽ വിമാനം റൺവേയിൽ നിർത്തിയിട്ട് വിദഗ്ധരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മുഴുവൻ ടെസ്റ്റുകളും പൂർത്തിയാക്കി വിമാനം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മടക്ക സർവീസിനായി വിമാനം പുറപ്പെട്ടത്.